സ്ത്രീ ഒരു കൃഷിഭൂമിയാണ് എന്ന കാര്യം. മനുസ്മൃതിയുടെ മറ്റൊരു പേരാണ് ഭൃഗുസംഹിത. അതുകൊണ്ടാണ് ചാർവാകൻ ഭൃഗു എന്നും മനു എന്നും മാറി മാറി പറഞ്ഞത്. ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. ഭൃഗുസംഹിതയിൽ എവിടെയാണ് സ്ത്രീകളെ കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഭൃഗുസംഹിതയുടെ 9-ാം അധ്യായത്തിന്റെ 33-ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കുക. ക്ഷേത്രഭൂത സ്മൃതാ നാരീ ബീജഭൂത സ്മൃത പുമാൻ ക്ഷേത്രബീജ സമായോഗാത് സംഭവ സർവദേഹിനാം. അതിൻ്റെ അന്വയം ഇപ്രകാരമാണ്: നാരീ സ്ത്രീ എന്നത് ക്ഷേത്രഭൂത സ്മൃത കൃഷിയിടമാണെന്നത് നിയമമാണ്. പുമാൻ പുരുഷനാകട്ടെ ബീജഭൂത സ്മൃത വിത്തുകളാണെന്നതും മറ്റൊരു നിയമമാണ്. ക്ഷേത്രബീജ സമായോഗാത് സ്ത്രീയാകുന്ന കൃഷിയിടത്തിൽ പുരുഷന്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ, സംയോജിക്കപ്പെടുമ്പോൾ സർവദേഹിനാം സംഭവ ഭവതി, എല്ലാ മനുഷ്യരും ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ സ്ത്രീകളെ കൃഷിയിടമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു ഉപമയല്ലേ? ഇതിലെന്താണ് ഇത്ര കുഴപ്പം? കർഷകൻ കൃഷിനിലത്ത് വിത്ത് വിതച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയിൽ തൻ്റെ ബീജം വിതയ്ക്കുമ്പോൾ മറ്റു ജന്മങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിച്ച ഒരു ഉപമ മാത്രമല്ലേ ഇത് എന്ന നിഷ്കളങ്കമായൊരു ചോദ്യമാണ് ഇവിടെ ഉയരാൻ സാധ്യതയുള്ളത്. പക്ഷെ തുടർന്നു വരുന്ന ഭാഗം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. വളരെ നിഷ്കളങ്കമായ ഒരു ഉപമ മാത്രമാണോ ഈ കൃഷിഭൂമിയാണ് സ്ത്രീ, അഥവാ സ്ത്രീ ഒരു കൃഷിയിടമാണ് പുരുഷൻ്റേത് എന്ന പരാമർശം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് പറയുമ്പോൾ ഇവയിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോഴാണ് ഇതിന് സുബീജം ചൈവത് സുക്ഷേത്രേ ജാതം സമ്പദ്യതേ യഥാ തഥാര്യാജാതമാര്യായാം സർവസംസ്കാരമർഹതി. സുക്ഷേത്രേ ഏവ നല്ല കൃഷിയിടത്തിൽ തന്നെ ജാതം വിളഞ്ഞ സുബീജം നല്ല വിത്ത് യഥാസമ്പദ്യതേ എപ്രകാരമാണോ ശ്രേഷ്ഠമായി തീരുന്നത് തഥാ അപ്രകാരം ആര്യാത് ബ്രാഹ്മണനാൽ ആര്യായാം ബ്രാഹ്മണ സ്ത്രീയിൽ തന്നെ ജാതം പിറന്ന പുത്രം പുത്രനാണ് സർവം സംസ്കാരം സകല സംസ്കാരങ്ങൾക്കും, അതായത് സകല ഷോഡശ സംസ്കാരങ്ങൾക്കും അർഹതി അർഹനായിട്ടുള്ളത് അവനാണ് ശ്രേഷ്ഠൻ. ശരിയായ വിത്ത് ശരിയായ കൃഷിയിടത്തിൽ ചേരുമ്പോൾ മാത്രമേ ശരിയായ പുത്രന്മാർ ഉണ്ടാകൂ എന്നതാണ് ഇവിടുത്തെ സങ്കല്പം. ശരിയായ വിത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ആര്യന്മാർ, ശ്രേഷ്ഠന്മാർ ആര്യകളിൽ, ശ്രേഷ്ഠ സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന കുട്ടികളിൽ മാത്രമാണ് അച്ഛൻ്റെ സംസ്കാരം പൂർണ്ണമായും ഉണ്ടാകുകയുള്ളൂ. അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ബ്രാഹ്മണന്റെ വിത്ത് പാകാൻ അനുയോജ്യമായ കൃഷിയിടം ഏതാണ്? അത് ബ്രാഹ്മണ സ്ത്രീയാണ്. അതുപോലെ ക്ഷത്രിയന്റെ വിത്ത് പാകാൻ അനുയോജ്യമായ കൃഷിസ്ഥലം എന്നത് ക്ഷത്രിയ സ്ത്രീ മാത്രമാണ്. അങ്ങനെയുള്ള വിത്ത് വിതയ്ക്കലിലൂടെ ഉണ്ടാകുന്ന കുട്ടിക്ക് മാത്രമാണ് അച്ഛൻ്റെ ശ്രേഷ്ഠത ലഭിക്കൂ. ശ്രദ്ധിക്കണം, അമ്മയുടേതല്ല, അച്ഛൻ്റെ ശ്രേഷ്ഠത ലഭിക്കൂ എന്നാണ് മനു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നവും കിടക്കുന്നത്. അച്ഛൻ്റെ ശ്രേഷ്ഠത ലഭിക്കുന്ന കാര്യം ചാർവാകൻ കയ്യിൽ നിന്നിട്ട് പറയുന്നത് പോലുണ്ടല്ലോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാം. സംശയിക്കേണ്ട, അങ്ങനെ തന്നെയാണ് ചാർവാകൻ പറഞ്ഞത്. ഭൃഗുവും ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്രകാരം തന്നെയാണ് മനു പറഞ്ഞതായിട്ട്. അത് രണ്ടിലും കൂടി ഏതിനാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നൊരു ചോദ്യത്തിനു കൂടി ഇവിടെ മനു ഉത്തരം പറയുന്നുണ്ട്. സ്ത്രീയാണോ പുരുഷന്റെ വിത്താണോ പ്രധാനം? അതായത് ചിലർ ബീജമല്ല കൃഷിയിടത്തെ ശ്രേഷ്ഠമെന്ന് പറയുന്നുണ്ടല്ലോ, മറ്റു ചിലരാകട്ടെ കൃഷിയിടമല്ല ബീജമാണ്, ബീജത്തിലൂടെ പുരുഷനാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന് സമാധാനമാണ് മനു ഇവിടെ പറയുന്നത്. 10:71 അക്ഷേത്രേ ബീജമുത്സൃഷ്ടം അന്തരൈവ വിനശ്യതി അബീജകമഭിക്ഷേത്രം കേവലം സ്തണ്ടിലം ഭവേത്. അക്ഷേത്രേ
നല്ലതല്ലാത്ത കൃഷിയിടത്തിൽ, ശ്രദ്ധിക്കണം, കൃഷിയിടം ഇവിടെ സ്ത്രീയാണ്, നല്ലതല്ലാത്ത കൃഷിയിടത്തിൽ ഉത്സൃഷ്ടം ബീജം, വീണുപോയ വിത്ത്, അന്തരായേവ, അധികം താമസിയാതെ തന്നെ, വിനശ്യതി, നശിച്ചു പോകുന്നു. അബീജകം അബി, വിത്ത് വിതയ്ക്കാതെ കിടക്കുന്ന ക്ഷേത്രം, കൃഷിയിടവും, കേവലം സ്തണ്ടിലം ഭവേത്, വെറുതെ തരിശായി കിടന്ന് നശിച്ചു പോകുന്നു. നല്ലതല്ലാത്ത ഒരു സ്ത്രീയിൽ, കൃഷിയിടമായ സ്ത്രീയിൽ ഉത്സൃഷ്ടമാക്കുന്ന ബീജം, വീണ വിത്ത് അധികം താമസിയാതെ നശിച്ചു പോകും. അതുപോലെ പുരുഷന്റെ ബീജം അകത്ത് കടക്കാതെ ജീവിക്കുന്ന സ്ത്രീകളാകട്ടെ പെട്ടെന്ന് നശിച്ചു പോകുകയും ചെയ്യുന്നു എന്ന് കൃഷിഭൂമിയുടെയും വിത്തിൻ്റെയും ഉപമ വച്ചാണ് ഇവിടെ പറയുന്നത്.